ഈശോയെ ആരാധന. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് വേണ്ടി ഇടപെടും. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഗോഡ് ഈസ് ഏബിൾ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സർവശക്തനാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല? നിങ്ങളുടെ മക്കൾക്ക് നല്ലത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നവരല്ലേ എല്ലാ മാതാപിതാക്കളും. സ്വന്തം മക്കൾക്ക് നല്ലത് വരണം, അവർക്ക് നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ എല്ലാവരും. എത്രയോ പ്രയർ റിക്വസ്റ്റുകളാണ് അപ്പനമ്മമാര് കണ്ണുനീരോടെ മക്കൾക്ക് വേണ്ടി ഓരോ ദിവസവും അയക്കുന്നത്, അല്ലെ? അപ്പം മക്കൾക്ക് നല്ലത് വരണമെന്ന് അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നു. ഈശോ പറയുകയാണ്, മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന്, നന്മകൾ കിട്ടണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പൊ ഇന്ന് പ്രയർ റിക്വസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വചനം ഉള്ളിലോട്ടൊന്ന് റിസീവ് ചെയ്യണം. മത്തായി 7:11. ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ പ്രയർ റിക്വസ്റ്റ് സമർപ്പിക്കുമ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനും അതിനകത്തൊരു നമ്മൾ എഗ്രി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ആ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കണം, ദൈവം എന്റെ പിതാവാണ്. ഹീസ് യുവർ ലവിംഗ് ഹെവൻലി ഫാദർ. ഹീസ് അവർ ലവിംഗ് ഹെവൻലി ഫാദർ. ഈ കർത്താവിന്റെ ആഗ്രഹമാണ് നിനക്ക് നന്മകൾ ഉണ്ടാകണം. പറഞ്ഞേ, നിന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് കരം വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് നന്മകൾ ഉണ്ടാകണമെന്ന് എന്റെ പിതാവ്, എന്റെ സൃഷ്ടാവ് ആഗ്രഹിക്കുന്നു. യേശു പറയുകയാണ്, മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. ഇന്ന് ഈ മെസ്സേജ്, ഇന്ന് ഈ ദൈവവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, പിന്നീട് കേൾക്കുവാൻ പോകുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും നിങ്ങളുടെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹം കാണും, പക്ഷെ നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മക്കൾക്ക് നല്ല വസ്തുക്കൾ കിട്ടണമെന്ന് അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നെങ്കിൽ, മക്കൾ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നെങ്കിൽ, ഈശോ പറയുക, സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി നിനക്ക് നന്മകൾ ലഭിക്കണമെന്ന് ആ പിതാവ് ആഗ്രഹിക്കുന്നു. ഇന്ന് ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ തന്നെ അദൃശ്യ ലോകത്തുനിന്ന് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പൊ നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകളൊക്കെ ഓരോരുത്തരും നമ്മൾ ഈ പോസ്റ്റിന് താഴെ പോസ്റ്റ് ചെയ്യുമ്പോൾ, എന്നാ പിന്നെ ആ ബ്രദർ എല്ലാ സ്ഥലത്തും ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇവിടെയും പോയി കുറച്ച് പ്രയർ റിക്വസ്റ്റുകൾ പോസ്റ്റ് ചെയ്തേക്കാം. ആ വ്യക്തി പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ പ്രാർത്ഥിച്ചാൽ, അങ്ങനെയല്ല. ഹി ഈസ് യുവർ ഹെവൻലി ഫാദർ. ഇവിടെ നമ്മൾ എഗ്രി ചെയ്ത് പ്രാർത്ഥിക്കും. രണ്ടുപേരും ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രയർ റിക്വസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു, അനേകർ നിങ്ങളോട് ചേർന്ന് ആ പ്രയർ റിക്വസ്റ്റുകൾ വായിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമ്മുടെ ഉള്ളില് ഒരു വലിയ ബോധ്യമുണ്ടാകണം, ദൈവം എന്റെ പിതാവാണ്, എനിക്ക് നന്മകൾ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഒരു തിരിച്ചറിവിൽ അപ്പന്റെ അരികിൽ മക്കൾ ഐക്യമത്യപ്പെടുമ്പോൾ അവിടെ അത്ഭുതം നടക്കുമെന്ന് യേശു പറയുക. യേശു പറഞ്ഞ വചനത്തിന്റെ ആ ഒരു പൊരുള്, നിങ്ങൾ ഈ ഒരു നിഷ്കളങ്കമായ ഹൃദയത്തിൽ അപ്പന്റെ സന്നിധിയിൽ 2-3 പേർ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. മത്തായി 18:20. നിങ്ങളൊന്നും അതിനുവേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. നിഷ്കളങ്ക ഹൃദയത്തോടെ നിങ്ങൾ ഒരുമിച്ചിരുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. ഇന്ന് വിശ്വസിക്കണം, ഇന്ന് നമ്മുടെ നടുവിൽ ഈശോയുണ്ട്. ഈശോയല്ലേ പറഞ്ഞ, നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടാകും. അപ്പൊ നമ്മള് ഒരു പ്രയർ റിക്വസ്റ്റിന് വേണ്ടി, ഒരു വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന്റെ നടുവിൽ ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് അപ്പോൾ തന്നെ ഈശോ നമുക്ക് ഉത്തരം നൽകുകയാണ്. കർത്താവ് എല്ലാ പ്രയർ റിക്വസ്റ്റുകളിലേക്കും അവിടുത്തെ കരുണ ഒഴുകുന്നതിനായി ഇപ്പോൾ തന്നെ ഇതിനോടകം തന്നെ പ്രയർ റിക്വസ്റ്റുകൾ ടൈപ്പ് ചെയ്ത ഓരോ മക്കളുടെ ജീവിത വിഷയങ്ങളിലേക്ക് അവിടുത്തെ സാന്നിധ്യം വ്യാപരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും. നിങ്ങൾക്കരികിൽ കർത്താവുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ശക്തി, ഹെബ്രായർ 11:1 നമ്മൾ കാണുന്നത്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഹെബ്രായ ലേഖനത്തിന്റെ
11 അധ്യായത്തിന് 1 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. വിശ്വാസം എന്നത് എന്താ? പ്രത്യാശിക്കുന്നവ നമുക്ക് ലഭിക്കുമെന്നുള്ള വലിയൊരു ഉറപ്പാണ്. അപ്പം ദൈവം എന്റെ പിതാവായ ദൈവം എനിക്ക് നന്മകൾ ലഭിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത്രമാത്രം ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് അഗാധമായി ആഗ്രഹിക്കുന്ന ദൈവത്തിലുള്ള എന്റെ വിശ്വാസം. അപ്പൊ നിന്റെ വിശ്വാസം എന്താ? നീ അനുഗ്രഹിക്കപ്പെടണമെന്ന് അത്രമാത്രം ആഗ്രഹിക്കുന്ന ദൈവത്തിലുള്ള ആ വിശ്വാസം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ നന്മകളെ നിന്റെ ജീവിതത്തിലേക്ക് പിടിച്ചിറക്കിക്കൊണ്ടുവരികയാണ്. എബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പൊ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ കിട്ടിക്കഴിയുമ്പോൾ, അതായത് ദൈവത്തെ നമ്മൾ കാണുന്നുണ്ടോ? ഈശോ ഈ വചനങ്ങൾ പറയുന്ന സമയത്ത് ദൈവം തന്നെയാകുന്ന കർത്താവ് പക്ഷെ മനുഷ്യർക്കിടയിലോട്ട് ദൈവത്തെ വ്യക്തമാക്കി കൊടുക്കുകയാണ്, ആത്മാവാകുന്ന ദൈവത്തെ. 2 കൊരിന്ത്യർ 3:18 നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെ മനുഷ്യന് വ്യക്തമാക്കി കൊടുക്കുക. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാകണം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണം, നിങ്ങൾക്ക് സമാധാനം ലഭിക്കണം, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ ഐശ്വര്യത്തെ, ആ നന്മയെ, ആ അനുഗ്രഹത്തെ, ദൈവത്തിന്റെ സർവ്വതിനെയും നിന്റെ ജീവിതത്തിലേക്ക് ആ വിശ്വാസം അട്രാക്ട് ചെയ്യുക. അപ്പോൾ ഈ നന്മകൾ എവിടുന്നാ വരുന്നത്? കാണപ്പെടാത്ത ലോകത്ത് നിന്ന്. പിന്നീട് പറയുകയാണ് 2-ാം വാക്യം, ഇതുമൂലമാണ് പൂർവികർ അംഗീകാരത്തിന് അർഹരായത്. ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. അപ്പൊ കാണപ്പെടാത്തവയിൽ നിന്നാണ്, കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി. അപ്പൊ ഈ കാണപ്പെടുന്ന സകലതും കാണപ്പെടാത്ത അദൃശ്യ ലോകത്ത് നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ നമ്മുടെയൊക്കെ ജന്മം, നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഒരു കാലഘട്ടം, ചിലപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ എന്തുകൊണ്ട് ഒരു വീട്ടില് ഒരു കാലഘട്ടത്തിൽ ഇന്ന സമയത്ത് ഇന്ന അപ്പന്റെ അമ്മയുടെയും മകളായി ഇന്ന വ്യക്തിയുടെ സഹോദരനായി സഹോദരിയായി നമ്മളാരും ചൂസ് ചെയ്താണോ? അല്ല, ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു, അല്ലെ? അപ്പോൾ ആ കാണപ്പെടാത്ത ലോകം, അദൃശ്യ ലോകത്ത് നിന്നാണ് നമ്മുടെ ഉത്ഭവം. അപ്പൊ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ അദൃശ്യ ലോകത്തിന്റെ ഒരു ഡോർ അങ്ങ് ഓപ്പൺ ആവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ ആ പവർ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. വെൻ യു ബിലീവ് റൈറ്റായിട്ട് ഈശോയുടെ വചനത്തെ നിർമ്മലമായി നിഷ്കളങ്കമായി വിശ്വസിക്കുമ്പോൾ ആ റൈറ്റ് ബ്ലെസ്സിങ്സ്, ആ റൈറ്റ് ആ അനോയിറ്റിംഗ് വിൽ കം ടു യുവർ ലൈഫ് ആൻഡ് വിൽ ബ്ലെസ് യു. ഇവിടെ പറയുക, ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്ന് വിശ്വാസം മൂലം നാം അറിയുന്നു. അപ്പൊ ഈശോയുടെ ശുശ്രൂഷകൾ നടക്കുന്ന ഓരോ സമയത്തും ജനങ്ങൾ ഇങ്ങനെ തിക്കിക്കൂടി വന്നു. എന്താ കാരണം എന്നറിയോ? കാണപ്പെടാത്ത ലോകത്തിന്റെ, അദൃശ്യ ലോകത്തിന്റെ വലിയ ശക്തി കർത്താവിൽ ഓരോ ശുശ്രൂഷകളും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അദൃശ്യ ലോകത്തിന് വലിയൊരു അഭിഷേകം ഓരോ ശുശ്രൂഷയിലും പ്രതിഫലിക്കുകയാണ്. ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഓരോ ശുശ്രൂഷയിലും നടക്കുന്നത് കാരണം മനുഷ്യർ തിങ്ങിക്കൂടി ഈശോയുടെ വചനം കേൾക്കാൻ വേണ്ടി ഓടി വരിക. ഹല്ലേലൂയ. നമ്മൾ പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോഴത്തേക്കും കൊറിന്തോസാർ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ എന്റെ വചനവും പ്രസംഗവും ഒന്നും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിന്റെയും ശക്തിയുടെയും. അതിന് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്, എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. ഈശോയുടെ ഓരോ ശുശ്രൂഷയും ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. പരിശുദ്ധാത്മാവിന്റെയും ദൈവത്തിന്റെ അദൃശ്യ ലോകത്തിന്റെയും ശക്തി ഓരോ ശുശ്രൂഷയിലും കടന്നു വന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവത്തിന്റെ ശക്തിയാകാനായിരുന്നു അത്. അപ്പൊ ഇന്ന് വിശ്വസിക്കണം. എത്ര വലിയ വിഷയമാകട്ടെ, നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ലൈഫിൽ ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകും. അപ്പോൾ അതിനൊരു കീ ആയിട്ട് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കണം, അല്ലെ? ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ ഒരൊറ്റ കാര്യത്തെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ ദുർബലനും വൾണറബിളുമായിരുന്ന സമയത്ത്,
ഭയചകിതനായിരുന്ന വല്ലാത്ത സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് സെയിന്റ് പോൾ പറയുകയാണ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുൻപിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. നമ്മൾ വല്ലാതെ വൾണറബിൾ ആകുമ്പോൾ, വല്ലാതെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ക്രൂശിലേക്ക് നോക്കണം. ഈശോയുടെ ക്രൂശിലേക്ക് നോക്കണം, വേറെ ഒന്നിലേക്ക് നോക്കില്ല. ഈശോയുടെ ക്രൂശിലേക്ക് നോക്കുക. ആ ക്രൂശിൽ നിന്ന് നമുക്ക് വേണ്ട ശക്തി കടന്നു വരികയാണ്. ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞ് പരിശുദ്ധ കുർബാനയായി തീർന്ന മഹാരാജാവായ കർത്താവിന്റെ കുരിശുമരണത്തിന്റെ അനന്തമായ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ആ നിമിഷം തന്നെ കടന്നു വരും. നമ്മള് കൂടുതലൊന്നും നമുക്ക് വചനത്തിന് ആഴങ്ങളോ ചില വചനങ്ങളൊന്നും പെട്ടെന്ന് പിടികിട്ടുന്നില്ലെങ്കിലും കണ്ണടച്ച് ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു, പൂർത്തീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദൃശ്യ ലോകത്തിന്റെ ശക്തി, ഒരു വലിയ ഡോർ ഓപ്പൺ ആവും ആ സമയത്ത് തന്നെ. ആ വിശ്വാസം നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു അനുഗ്രഹത്തിന് വലിയൊരു വാതിലുണ്ട്. അത് വ്യക്തിപരമായി നിങ്ങൾ അനുഭവിച്ചറിയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിലാണ് ആയിരക്കണക്കിന് വർഷമായിട്ട് കോടിക്കണക്കിന് മനുഷ്യര് ഈ പ്രപഞ്ചത്തിൽ പിടിച്ചു നിന്നത്. കാരണം അവർക്കെല്ലാം വ്യക്തിപരമായ ഒരു അനുഭവം കിട്ടി. ഈശോയുടെ കുരിശുമരണം എന്നുള്ളത് സത്യമാണ്. എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. പൗലോസ്ലീഹ പറയുന്നത് എന്താ? പൗലോസ്ലീഹ ദുർബലനായ നിമിഷം ഈശോയുടെ കുരിശുമരണത്തെ മുറുകെ പിടിച്ചപ്പോൾ വലിയൊരു ശക്തി പൗലോസ്ലീഹയ്ക്ക് ലഭിച്ചു. പിന്നീട് പൗലോസ്ലീഹയുടെ പ്രസംഗം എന്ന് പറയുന്നത് മാനുഷികമായ വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ വെളിപ്പെടുത്തലായിരുന്നു. അപ്പൊ എവിടുന്ന ശക്തി വരുന്നത്? ഈശോ മിശിഹായുടെ കർത്താവായ യേശുവിന്റെ കാൽവരി മലമുകളിലെ പരിഹാരബലിയിൽ നിന്ന്. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് എഴുന്നപ്പെടാം, നമുക്കൊന്ന് എഴുന്നപ്പെടാം. നമ്മുടെ എല്ലാം, നിങ്ങൾ ആരും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ കണ്ണുനീരോടെ ആ വ്യക്തി പറയാം, ഞാൻ എളിമപ്പെട്ടപ്പോ എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ഞാൻ കണ്ടു, എന്റെ ജോലി മേഖലകളെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. നമുക്കൊന്ന് എളിമപ്പെടാം. കർത്താവിന്റെ കുരിശുവിൽ നമ്മൾ എത്ര വലിയ വിദ്യാഭ്യാസമുള്ള വ്യക്തി. ഈ പൗലോസ്ലീഹ ഭയങ്കര നോളജുള്ള പണ്ഡിതനായിരുന്നു. ഫരിസേയർക്ക് ക്ലാസ് എടുക്കുന്ന പഴയ നിയമം അരച്ചു കലക്കി കുടിക്കുന്ന പണ്ഡിതനായിരുന്നു. അരച്ചു കലക്കുന്ന, അതായത് അത്രയ്ക്ക് നോളജുള്ള, PhD-ക്കാരും വലിയ സംഭവമുള്ള ആളായിരുന്നു സാവൂള്. പക്ഷെ ആ സാവൂളിന്റെ PhD ഒക്കെ എവിടെ എത്തിച്ചത്? മതതീവ്രവാദത്തിൽ. ആദിമസഭയിൽ മനുഷ്യരെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്നു, സ്തെഫാനോസിനെ വലിച്ചഴിച്ചുകൊണ്ടുപോയി കൊന്നുകളയുന്നതിനൊന്നും അതിലേക്കാണ്. ആ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്ന? മനുഷ്യന്റെ ഹൃദയം കഠിനപ്പെടുക. അങ്ങനെ കഠിനപ്പെട്ടു പോയ സാവൂള് കർത്താവായ യേശുക്രിസ്തുവിനെ, ഈശോനെ കണ്ടുമുട്ടിയപ്പോ സാവൂള് പറയാ, എന്റെ വിജ്ഞാനവും ഞാൻ പഠിച്ചത് മുഴുവനും അത് വെറും ചപ്പും ചവറുമാണെന്ന് എനിക്ക് മനസ്സിലാവും. എന്റെ കർത്താവായ ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം മറ്റെന്തിനേക്കാളും വിലയേറിയതാണ്. തെരുവോരങ്ങളിലൂടെ അവന്റെ ശരീരം വലിച്ചിഴക്കപ്പെട്ടു. അതിദാരുണമായ പിടാസഹനങ്ങളിലൂടെ എന്റെ യേശു കടന്നുപോയി. പക്ഷെ ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഒരൊറ്റ കാര്യമുള്ള, യേശുവേ, അങ്ങയുടെ കുരിശുമരണത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ മനസ്സിലാക്കി തരണം. ഇന്ന് നമ്മളും ആഗ്രഹിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ കുർബാനയുടെ വലിയ അഭിഷേകം കടന്നു വരും. ദൈവാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. നമുക്ക് കരങ്ങൾ ഉയർത്തി സാധിക്കും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, ഇരിക്കുന്ന സ്ഥലത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്, യേശുവെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ളിലേക്ക് അവിടുത്തെ പ്രവൃത്തി കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്നേഹമുള്ള എന്റെ പിതാവാണല്ലോ. എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു, അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, അങ്ങ് എന്നെ തേടി കടന്നു വന്നല്ലോ. ഈശോ, അങ്ങ് എനിക്ക് വേണ്ടി എന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് കുരിശിൽ ബലിയായി തീർന്നല്ലോ. അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടി എന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ബലിയായി തീർന്ന യേശുവേ, അങ്ങയുടെ വിശുദ്ധിയുടെ മേലങ്കി കൊണ്ട്, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ പുതപ്പിക്കുന്നതിനായി നന്ദി പറയും. അതുകൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്നതിനായി നന്ദി പറയും. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഫോർ യുവർ വണ്ടർഫുൾ പ്രസൻസ് ഹിയർ ഇൻ ദിസ് പ്ലേസ്. അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങൾക്കിടയിൽ വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. നിങ്ങൾ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കാണണം, നമുക്ക് വേണ്ടി ആ തിരുവോരങ്ങളിലൂടെ ഈശോയുടെ ശരീരം വലിച്ചടക്കപ്പെട്ടു. നമുക്ക് വേണ്ടി അടിയേറ്റു, പീഡനമേറ്റു, തകർക്കപ്പെട്ടു, നഗ്നനാക്കപ്പെട്ടു, ഒറ്റിക്കൊടുക്കപ്പെട്ടു. മുഖത്ത് ഈശോയുടെ കാർക്കിച്ചു തുപ്പി, താടിരോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടു, ശിരസിൽ മുൾമുടി ധരിപ്പിക്കപ്പെട്ടു. ഈ വേദനകളെല്ലാം ഈശോ സഹിക്കുന്ന നിമിഷങ്ങൾ മുഴുവനും, ഈശോയുടെ ഹൃദയം മുഴുവനും നീ ഞാനുമായിരുന്നു.
നീ ഞാനുമായിരുന്നു. ഒരു നിമിഷം നമ്മുടെ മറ്റെല്ലാ ഭാരങ്ങളെയും ഒരു നിമിഷം അത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നിനക്ക് വേണ്ടി ബലിയായി തീർന്ന ഈശോനെ മാത്രം ഒന്ന് ധ്യാനിച്ച്. നിനക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോ, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട ഈശോ, നൗ ഹി ഈസ് പാർട്ട് ഓഫ് യുവർ എക്സിസ്റ്റൻസ്. നീ ഇന്ന് വിഷമിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹി ഈസ് പാർട്ട് ഓഫ് യു. നിന്റെ ഉള്ളിൽ, നിന്റെ കൂടെ ഇരുന്ന് ആ വേദന യേശുവും അനുഭവിക്കുന്നു. നിന്നോടൊപ്പം അവനുണ്ട്. നിന്റെ ദുരിതങ്ങളിൽ, വിഷമങ്ങളിൽ, ബലഹീനതകളിൽ നിനക്ക് താങ്ങായി, തണലായി, ആശ്വാസമായി യേശു നിന്നോടൊപ്പമുണ്ട്. യേശുവിന്റെ കരം നിന്നോടൊപ്പം, യേശുവിന്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട്. ഇന്നെല്ലാ ഭാരങ്ങളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കാം. കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്റെ ഭാരങ്ങളെ സമർപ്പിക്കുന്നു എന്നൊന്ന് പറയാം. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്റെ ഭാരങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് കർത്താവെ. ജീസസ്, ഐ എം ഗിവിംഗ് ഓൾ മൈ ബർഡൻസ്, all my worries, all my anxieties, all my tensions, everything, Lord, I'm giving it completely unto your hands. Oh Jesus, cover me with your sweet presence. Fill me with your spirit. Thank you, Father, for your anointing that is attesting right now with so many